മാവേ, ഞങ്ങളുടെ ക്രിസ്ത്യയിലെ മലയാളി മക്കളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഓണം ആഘോഷമാണോ? തനി നാടൻ ചോയെ കൂടി വന്നു. എന്നാൽ ഞങ്ങളോട് എന്താ പറയാനുള്ളത്? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പ്രസിഡന്റ് സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിക്കും ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റിക്കും ഇവിടെയുള്ള നമ്മുടെ എല്ലാ പ്രജകൾക്കും ഓണത്തിന്റെ ആശംസകൾ. നമ്മുടെ സംഭാഷണം ഒരു ക്ഷമാപണത്തോടെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇത്തിരി വൈകിപ്പോയത് നമുക്കറിയാം. എയർപോർട്ടിലെത്തി പൊതുവെ സസ്യമുക്കായ നമ്മെ ശ്വാനന്മാരെ മണപ്പിച്ചുള്ള മന്ത്രി നമ്മുടെ വെടിയിറച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു 3/4 മണിക്കൂർ നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രതികളെ കാണാനുള്ള ആഗ്രഹത്തിൽ വളരെ വിഷമിച്ച് അവരെ കാര്യങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി നോം എത്തിയപ്പോഴത്തേക്ക് 1 മണിക്കൂറോളം വൈകിയിരിക്കുന്നു. ഇതിന് ക്ഷമാപണമായിരിക്കുന്നു. കാര്യത്തിലേക്ക് കടക്കാം. പണ്ടൊക്കെ ഓണം ഒരു 10 ദിവസത്തിലേക്ക് ചുരുങ്ങിയിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നവരെ അത്തം ചിത്തിര ചോദിച്ചാകും കേട്ട പൂരം മൂലം പുരാണം ഉത്രാടം തിരുവോണം. അങ്ങനെ പിള്ളേരെ ഓണം തൊട്ട് മുതിർന്നവരുടെ ഓണം വരെ 10 ദിവസത്തില് നീണ്ടു നിൽക്കുന്ന ഓണം ഇപ്പൊ നമുക്ക് സംശയം 10 മാസങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ്. നമ്മളെ പ്രതികള് കടലിൽ കടന്ന് മറ്റ് ദേശങ്ങളിലെത്തിയപ്പോൾ ആഴ്ചകളും മാസങ്ങളുമായിട്ട് ഓണം മാറി. നമ്മൾ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഒരു കഥ പറയാ, ഓണം ഡിസംബറിൽ നിന്ന് കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരികൾ പറഞ്ഞതുപോലെ ഓണത്തെ പറ്റി അധികം പറയേണ്ടതില്ല. വളരെ സന്തോഷം തോന്നി. നമ്മുടെ പറയുമ്പോൾ വളരെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നതായിട്ട് കേട്ടിട്ട് കാര്യങ്ങൾ പലതും വളരെ വിഷമകരമാണ്. നിങ്ങൾ കേൾക്കുന്ന പോലെ യുദ്ധങ്ങൾ ഒടുവിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തോടും മനുഷ്യനോടും ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രയാസകരമായി പോകുന്ന ഈ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സന്തോഷത്തിന്റെ നന്മയുടെ നന്മകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഇപ്പൊ നാട്ടിൽ തന്നെ നാം കാണുന്ന പോലെ നമ്മളെ സിനിമകളിലൂടെ സന്തോഷിച്ചിട്ടുന്ന പല അണ്ണന്മാർ പ്രശ്നങ്ങൾ തലമുട്ടുന്നത് കേട്ടപ്പോ നാം ഞെട്ടിപ്പോയി. കാര്യങ്ങൾ വളരെ വിശകലമായിട്ട് തോന്നും. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളെ വിഷമിച്ചപ്പോൾ അവിടെ വീണ്ടും ഒട്ടകം കണ്ടു, അവിടെ വീണ്ടും മനുഷ്യ സ്നേഹം കണ്ടു. അങ്ങനെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നന്മയുടെ കണിക നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നാം മലയാളികൾ വീണ്ടും കുറിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കൂടുതൽ സന്തോഷങ്ങൾ കാണുവാനായിട്ട്, നന്മകൾ കാണുവാനായിട്ട്, ഐശ്വര്യങ്ങൾ കാണുവാനായിട്ട്, ഒത്തൊരുമ കാണുവാനായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ആശംസകൾ ഇവിടെ നിർത്തുന്നു. വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ എല്ലാവരും ഓണാശംസകൾ നേരുന്നു. ഞങ്ങൾ 10 ദിവസത്തിൽ കൂടുതൽ ഓണം നീട്ടിയത് മാവേലി തമ്പുരാന്റെ നാട്ടിൽ നിന്ന് ഇവിടം വരെ എത്താനുള്ള സമയം കിട്ടാൻ വേണ്ടിയാ. ഇടയ്ക്കും ദ്വീപുകളുണ്ട്,